അജയുടെ വണ്ടി വന്നു. ഇപ്പൊ തോന്നാം. ഇത് വെച്ചോ, പിടിച്ചോ, ബസ്സിൽ പോട്ടെ. ആ നിന്റെ ശക്തി മുഴുവൻ ആവാഹിച്ചു വെച്ച വജ്രായുധം നീ പോലും അറിയാതെ ഞാൻ അതങ്ങോട്ട് എടുത്തു. അടുത്തത് ഇനി നിന്റെ ജീവനാണ്. നിന്റെ വജ്രായുധം നീ പോലും അറിയാതെ ഞാൻ അതങ്ങോട്ട് എടുത്തു. മോളി പറഞ്ഞത് വെച്ച് നോക്കിയാ ആ കുട്ടൻപിള്ള ഔട്ട് ഹൗസ് തന്നെ കാണും. അതിപ്പോ എങ്ങനെ ഉറപ്പിക്കും? ചുറ്റും അവന്റെ ആൾക്കാരാ, അവര് മാറാതെ അതൊന്നും സാധിക്കത്തില്ല. അവരവിടുന്ന് മാറ്റണം. ഇപ്പൊ മാറ്റാം. അതിന് മായനെ തന്നെ പണിയണം. ഒരു ദിവസമെങ്കിലും അവൻ പൊങ്ങരുത്. നമുക്കേ മോളിയോട് പറഞ്ഞ് അവന് വല്ല മരുന്നും കലക്കി കൊടുത്താലോ? അതൊക്കെ വല്ല ബ്ലഡ് ടെസ്റ്റിലും കണ്ടുപിടിക്കും. ബ്ലഡ് ടെസ്റ്റിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സാധനമുണ്ട്, മാജിക് മഷറൂം. മാജിക് മഷ്റൂം. കള്ളിന്റെ പുറമെ ലേശം ഒന്ന് അടിച്ചാൽ ഏതവന്റെ ബാക്കിയുള്ള കിളിയൊന്ന് പാറും. അതെന്താ സാധനം? അമ്മച്ചി കണ്ടാ കൂട് പോലെ ഇരിക്കും. കഞ്ചാവിനെ വെള്ളുന്ന സാധനം. ഇതൊക്കെ എങ്ങനെ അറിയാം? അതിർത്തിയിൽ നുഴഞ്ഞു കയറുന്നവരെ കൊണ്ട് സത്യം പറയിക്കാൻ ആരും അറിയാതെ ചെയ്യുന്ന ഒരു പണിയാണ്. നീ വിചാരിച്ച ആ സാധനം ഒപ്പിക്കാൻ പറ്റുമോ? എന്നാ നീ തന്നെ അത് മോളിക്ക് കൊണ്ടുപോയി കൊടുക്കണം. ഇങ്ങനെ ഇഞ്ചിഞ്ചായി കൊല്ലാതെ എന്നെ ഒറ്റയടിക്കാൻ കൊന്നുതരാൻ പറ്റുമോ? നോക്കാം. എടാ, അവർ നിന്നെ ഒന്നും ചെയ്യില്ല. അതെ, മായമ്മൻ ഇവന്റെ കൊച്ചച്ഛന്റെ മോനാണല്ലോ. ഒന്നും ചെയ്യില്ല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇതെങ്ങാനും അയാൾ അറിഞ്ഞാല് എല്ലാത്തിനും പച്ചക്ക് കത്തിക്കും. അത് പൊളിക്കും. കൂടെ വേണമെങ്കിൽ ഞാൻ മാജിക് മഷറൂം. ഹലോ ഡാഗിനി, നീ എന്നെ അന്വേഷിച്ച് ഒരുപാട് ഓടിയതല്ലേ? ഇനി മതി, നമുക്ക് ഈ ഒളിച്ചുകളി ഇവിടെ അവസാനിപ്പിക്കാം. നീ പറയുന്ന സ്ഥലം, പറയുന്ന സമയം. ചാത്തമ്മലയുടെ മുകളിൽ ഞാൻ ഉണ്ടാവും. ധൈര്യമുണ്ടെങ്കിൽ നിനക്ക് അങ്ങോട്ട് വരാം, ഒറ്റയ്ക്ക്.
വെറും ബോഡി. വണ്ടി എടുക്ക്, നമുക്ക് ചാത്തമല പോകണ്ടേ, അവിടെ പൊക്കണ്ടേ. വണ്ടി എടുക്ക്, എടുക്ക്. അതവളാണ്, നീ ചെല്ല്. നിങ്ങൾ വരുന്നില്ലേ? എൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അയ്യോ അയ്യോ, ഈ വഴി ഇറങ്ങാൻ പറ്റില്ല, കടല. എന്നാ പിന്നെ ഈ വഴി ഇറങ്ങ. ഇന്നത്തോടെ കളി അവസാനിപ്പിക്കണം. അർജുനൻ പൽക്കുനൻ പാർത്തന്നെ മറന്നുവല്ലോ. അർജുനൻ പൽക്കുനൻ പാർത്തൻ കിരീടി. അർജുനൻ പൽക്കുനൻ പാർത്തൻ കിരീടി. ചത്തില്ല. നീ എവിടെ അടിച്ചേ? തലക്കെട്ട് അപ്പ ചത്തു. ബാബാ ചെറുക്കനെ കാണുന്നില്ലല്ലോ. അത് 5 മണിയാകുമെന്നല്ലേ പറഞ്ഞത്? നീ സാധനം എടുത്തിട്ടുണ്ടല്ലോ. എന്താ ഒരു ചിരി? നമ്മളൊക്കെ പ്രേമിക്കുന്ന കാലത്ത് ഈ വാട്സാപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് തകർത്തേനെ. വാട്സാപ്പിന്റെ കാര്യം ഉദ്ദേശിച്ചത്. പണ്ട് തട്ടേ നാടാൻ കളിക്കുമ്പോ പ്രേമലേഖനം കൊടുത്ത ടീമാ. എന്റെ പൊന്നെ, വാട്സാപ്പില്ലാത്തതിന്റെ കുഴപ്പമുള്ളൂ. അയ്യോ അയ്യോ, ഉറങ്ങി തീർന്നു. സോറി അമ്മച്ചി, അറിയാതെ പറ്റി. സാരമില്ല, ഉറങ്ങിക്കോ. ഉറങ്ങി. വിലാസിനി, ബാഗ് എന്തിയേ? വിലാസിനി, നീ കളിക്കല്ലേ? ഹോട്ടലിന്റെ ബാഗ് എടുത്തില്ലേ? എനിക്കതങ്ങോട്ട് ഓർക്കാൻ പറ്റുന്നില്ല.
കാണിക്കണ. എന്നാ എനിക്കിത് കിട്ടിയത് 2 കിളവത്തള്ളമാരുടെ ബാഗ് അടിച്ചപ്പോഴും അവരവിടെ പലയിടത്തും വെച്ച് കണ്ടായിരുന്നു നമ്മുടെ പിള്ളേർ പറയുന്നുണ്ടായിരുന്നു. അന്വേഷിക്കുന്നുണ്ട്. അണ്ണാ ഇനിയൊന്നും നോക്കാനില്ല, നമുക്ക് അവനെ തട്ടാം. സമയമായിട്ടില്ല, ഈ കളി കഴിയാറായി. കരയല്ലേ ഇന്ന് പോയതല്ലേ? അല്ല, മൂത്ത ഇങ്ങനെ ഇരുന്ന് മോങ്ങല്ലേ? നീ എന്തിനാണോ ഇവരോട് ഈ കത്തിയെടുത്തോണ്ട് വരാൻ പറഞ്ഞത്? എടാ പൊട്ടാ വിക്രമ, ഇവരെല്ലടാ എന്നോട് പറഞ്ഞേ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കണം, കത്തിയെടുത്തോണ്ട് വന്നൊക്കെ. വിക്രമ, നീ നാളെ പോയി മായനെ ഒന്ന് കാണണം. എന്തോന്നിന്? അല്ലെങ്കിൽ അവൻ നിന്റെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരും. വജ്രായുധം നിന്റെ കൈ തൊടാതെ നാട് വിട്ടു പോവില്ലെന്ന് അവർക്കറിയാം. അതിനൊന്നും പിന്നെ അവരെ പോയി കാണണം, സംശയം തീർക്കണം. വിക്രമ, ഇത് വിൽക്കാനാണെന്ന് പറഞ്ഞു പോയാ മതി. വിക്രമ, ഇനി നീ ഇവിടെ വരരുത്. അവരെ നിന്നെ പിന്തുടരും, അത് നിനക്ക് ആപത്താണ്. തരല്ലേ? ഇതെങ്ങനെയുണ്ടെന്ന് നോക്കി പറഞ്ഞു. കാണാൻ നല്ല കുമ്പുണ്ട്. ഇത് ഒറിജിനൽ ആണോ ചേർക്കാം? നിങ്ങൾ ആവശ്യമില്ലാത്ത വർത്തമാനം പറയണ്ട കേട്ടോ. അണ്ണൻ എന്നെ അറിയാം. പിന്നെ എന്നാലും അവര് പറഞ്ഞതിൽ കാര്യമില്ലേ? ഇതൊന്ന് പൊട്ടോന്ന് നോക്കി, പൊട്ടോന്ന് നോക്കാൻ. ഞാനും സാറേ എനിക്കറിഞ്ഞൂടാ. നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കാം. എനിക്കറിഞ്ഞൂടാ സാറേ, എനിക്കറിഞ്ഞൂടാ. ഒന്നുമില്ല, ഇതിങ്ങനെ നേരെ പിടിച്ചിട്ട് ഇങ്ങനെ നേരെ പിടിച്ചേ. പൊട്ടിക്ക്. പൊട്ടിക്ക്. നേരെ പിടിക്ക്. നിങ്ങൾ പൊട്ടിക്കുന്നുണ്ടോ? പേടിച്ചു പോയോ? ഞാൻ വെറുതെ ഒരു നമ്പർ ഇട്ടതല്ലേ. തോന്നിയായിരുന്നു. എനിക്കും തോന്നി. ആ, സാധനം കൊള്ളാം. ഇവിടെ ഇരിക്കട്ടെ. പൈസ 2 ദിവസം കഴിയുമ്പോ കടയിലൊന്ന് വാങ്ങിച്ചു. മതി, അത് മതി. വെള്ളം വല്ലതും വേണോ? വേണ്ട, ആവശ്യം പിടിച്ചു. ശരി ശരി. ആ ശരി. പേടിച്ചു പോയി. നമുക്ക് ഈ കളിയൊന്നും തീർക്കണ്ടേ? സാറേ, ആ പൈസ എൻ്റെ ഇത് പോയി സാറേ. എന്നെ പുറത്തോട്ട് സാറേ, ഞാൻ എങ്ങനെയെങ്കിലും കൊണ്ടുതരാം. ആ പൈസയേക്കാൾ എനിക്കിപ്പോ വേണ്ടത് അവളെയാണ്, ഡാഗിനിയ. ഏത് രാഗിനി? അങ്ങനെ ഒരാൾ എനിക്കറിയില്ല സാറേ, അങ്ങനെ ഒരാളില്ല. ഞാൻ നിനക്കൊരു വാക്ക് തരാം. നിന്നെ കൊല്ലുന്നതിന് മുമ്പ് അവളുടെ ശവം നിന്നെ കാണിക്കും.
മോളെ, നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എന്റെ വണ്ടിയിലൊന്നും തുടരുന്നു? ഇതിന്റെ അടിയിലൊക്കെ അഴുക്കാണ്. വണ്ടിയിൽ മാറുന്നേ. ഓ, മേലാൽ വണ്ടിയെ തൊട്ട് പോരും, മനസ്സിലായോ? എനിക്കറിഞ്ഞൂടാ. ആരാ നോക്ക്? എടുക്ക, സ്പീക്കറിലിട്. ഹലോ ഹലോ സരോജം, ഇനി ഇവിടെ നിൽക്കുന്നത് അബദ്ധമാണ്. നമ്മുടെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടത്തണം. എല്ലാം അറിഞ്ഞു, നീ സൂക്ഷിക്കണം. നാളെ രാത്രി കൊണ്ട് എല്ലാ പരിപാടി ശരിയാവും. ആരാ? സാറെന്താ ഇവിടെ? അയ്യോ, ഇനിയിപ്പോ എന്തോ ചെയ്യും? ആരാ? വീട്ടിൽ നിന്ന് പിള്ളേരാ, റേഞ്ച് കിട്ടുന്നില്ല. നോക്കട്ടെ, എന്താ റേഞ്ച് ഇട്ടത് നോക്കട്ടെ. കട്ട് ചെയ്ത് അവന് സംശയം തോന്നും. നോക്കട്ടെ. പിള്ളേര് ബഹളം വെച്ചോണ്ടിരിക്കാം, ഒന്നും മനസ്സിലാവുന്നില്ല. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതായി കളവേള കൊണ്ട് ഇതിലൊന്നും പോകരുതെന്ന്. നിനക്ക് ജീവിക്കാൻ കുത്തിയോട്ട് കേട്ടുകൂടോ? ഞാൻ പോകും. നടു ചെറുതായൊന്ന് വെട്ടിയെന്നേ ഉള്ളൂ. കുറച്ച് കിടന്നാ മതി, ഇതിപ്പോ ശരിയാവും. ഇപ്പൊ വരാം. എങ്ങോട്ട്? പോകരുത്. ഇപ്പൊ വരടാ. തള്ളെ പോകരുത്. പോകരുത്. ആരാടാ? അറിയില്ലെണ്ണ, 5-6 പേരുണ്ടായിരുന്നവർ. മുഖം മറിച്ചതൊന്നും കാണാൻ പറ്റിയില്ല. അണ്ണ സൂക്ഷിക്കണം. ആ ഫോണിങ് തരാൻ അവനെവിടാ? നീയാണോടാ ഗുണ്ട? അവന്റെ തമറാടാ. മായിന്റെ നമ്പർ തരാനല്ലേ പറഞ്ഞത്? കൊടുത്തു. മൊബൈൽ തരാ. ഹലോ, നിനക്ക് ഞാൻ ആരാണെന്ന് അറിയില്ല, പക്ഷേ നിനക്ക് ഞാനൊരു സമ്മാനം കൊടുത്തിട്ടുണ്ട്. ആശുപത്രിയിൽ ചെന്ന് കണ്ടു കാണുമല്ലോ. എന്താ നീ പണിഞ്ഞത് എന്റെ ആളെയാ. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി മുതൽ ഞാൻ കാണും നിന്റെ പുറകിൽ, നിന്റെ മരണം വരെ. ആരാടി നീ? ഞാൻ ഡാഗിനി.
ചൊല്ലിയിട്ടുണ്ട്. ആ ഫോണിൽ സിം കളയട്ടെ. ആനയ്ക്ക് എത്ര വലിയ ശരീരം ഉണ്ടെങ്കിലും ചെറിയൊരു തോട്ടി അതിന്റെ ദേഹത്ത് തൊട്ടാ അതാപട്ട നിൽക്കും. എത്ര വലിയ കൊലകൊമ്പനായാലും അവൻ്റെ ഉള്ളിലൊരു സാധനമുണ്ട്, ഭയം. അതാണിനി നമ്മുടെ ആയുധം. നമ്മളിൽ ആരെങ്കിലും ഒരാളെപ്പോഴും അവന്റെ അടുത്ത് തന്നെ ഉണ്ടാവണം. വിക്രമ, ഒരു വഴിയുണ്ട്. അമ്മച്ചോരെ, അയാളുടെ തന്തെ നോക്കാൻ വേണ്ടി ഒരു ജോലിക്കാരി വേണമെന്ന് മായ എന്നോട് പറഞ്ഞായിരുന്നു. എങ്കിൽ ഞാൻ പോവാം. ആദ്യം അവന്റെ വീടിനകത്ത് കയറി പറ്റണം. പ്രായമായ തള്ളമാരാകുമ്പോ എവിടെയും കയറി ചെല്ലാം. ആർക്കും ഒരു സംശയം തോന്നില്ല, അല്ലേടാ? പ്രായമായ തള്ളയാൻ ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ. അപ്പാ, ഇവരെന്ന പോലെ ഇവിടെ വീട്ടു ജോലിക്ക് നിർത്തുവാ. ഞാനങ്ങോട്ട് ഇനി അവരെന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ? അയ്യോ, അവരൊന്നും ചെയ്യണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. അവരെന്ത് ചെയ്യാൻ? നിനക്കുള്ള പണി ഞാൻ പാലം വെള്ളത്തിൽ തരും. എന്താ, എന്തു പറ്റി? ഈ മുറി എന്താ അടച്ചിട്ടിരിക്കുന്നത്? അതങ്ങനെ തുറക്കാറൊന്നുമില്ല. ഇതിലെന്താ ഉള്ളത്? അതിനകത്ത് കുറെ പഴയ സാധനങ്ങളാ. എന്താ, തനിക്ക് വേണോ? എനിക്ക് വേണ്ട. എന്നാ വാ. ஐயா, அம்மா, பசங்களா, வாங்க வாங்க, ஓடி ஓடி வாங்க. இந்த உலகத்துல யார் காட்டாத வித்தியை நாங்க காட்டுறோம். இல்ல இல்ல മോളിച്ചേട്ടത്തെ അവിടെ മൊത്തം നോക്കി. കുട്ടമ്പിള്ള അവിടെയെങ്കിലും ഇല്ല. ആ മോളിച്ചേട്ടത്തെ അവിടെ നിർത്തി വെറുതെ കുരുതി കൊടുക്കണം. അതൊരു രാവണ കോട്ടയാ. ഈ രാവണന്റെ കോട്ട തകർക്കാൻ വന്ന ഹനുമാൻ സ്വാമിയുടെ കഥ നീ കേട്ടിട്ടുണ്ടോ? അടുത്ത വട്ടം ഒരു ഗുണ്ടെ പണിയാൻ വരുമ്പോ നിങ്ങൾ വായിക്കുന്ന അമർചിത്ര കഥയും കൂടെ ഒന്ന് കൊണ്ടുവരണം. അവള് പറഞ്ഞത് ശരിയാ. അടുത്തത് ലങ്കാദഹനം. അവന്റെ കോട്ടയൊന്ന് ഇളക്കി മറിക്കണം. എന്താ ലങ്കാദഹനം? നിങ്ങളിവിടെ നശിപ്പിക്കോ? എന്താ? എടുത്തോടും പോടാ ഇതിനെ കണ്ടില്ലെന്ന്. എന്താടാ വെള്ളം വെക്കുന്നത്? അയ്യോ, കരടിയല്ല കുറക്കാം. അണ്ണാ, വെടിവെക്കില്ല 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 വെടിവെക്കില്ല. എല്ലാരും ഞാനിനെ കെട്ടിപ്പിടിച്ച് കിടക്കാം. പണിയിട്ട് പണിയിട്ട് അണ്ണാ, മനുഷ്യനെ കൊല്ലുന്നവരല്ല, ജാമ്യം പോലും കിട്ടൂല. കൂൾ കൂൾ കൂൾ. ഇത് ബുദ്ധിമുട്ട് പിടിച്ചോണ്ട് പോടാ.
വാങ്ങിച്ചാടാ